ഹലോ മക്കളെ, നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ഓണം എക്സാമിന്റെ ടൈം ടേബിൾ പുറത്തിറക്കിയിട്ടുണ്ട്. സോ നമ്മൾ വിചാരിച്ച പോലെ 13-ാം തീയതി അഥവാ ഓഗസ്റ്റ് 13-ാം തീയതി തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യാഴാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ 20-ാം തീയതിയാണ് എക്സാം കഴിയുന്നത്. അതായത് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ കറക്റ്റ് 7 ദിവസമാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ എക്സാം തീരാൻ 7 ദിവസം. എൻ്റെ മക്കൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒരു ദിവസം ഒരു എക്സാം ആകുമോ? അല്ല മക്കളെ, ചില ദിവസങ്ങൾ എന്ത് വരുന്നുണ്ട്, 2 എക്സാമുകൾ വരുന്നുണ്ട്. എൻ്റെ മക്കൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കെമിസ്ട്രി മലയാളം ഒരു ദിവസം, അതുപോലെ തന്നെ ഫിസിക്സ് ബയോളജി, 10ാം ക്ലാസ്സിൽ നോക്കിയാൽ ഫിസിക്സ് ബയോളജി, ഇതൊക്കെ ഒരു ദിവസം വരുവാണ്. അതായത് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദിവസം നമ്മൾ 2 എക്സാമുകൾ 2 പരീക്ഷകൾ എഴുതേണ്ട വിധത്തിലാണ് ഈ വർഷത്തെ ഓണം എക്സാമിന്റെ ടൈം ടേബിളും പുറത്തിറക്കിയിട്ടുള്ളത്. സോ നല്ല രീതിയിൽ അടിപൊളിയായ രീതിയിൽ മാത്രം പഠിച്ചാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, 13-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ 14-ാം തീയതി അഥവാ വെള്ളിയാഴ്ച കറക്റ്റ് എക്സാം. വെള്ളി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി അഥവാ പഠിക്കാനുള്ള സമയം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം കണ്ടിന്യൂസ് ആയിട്ട് അഥവാ കറക്റ്റ് തുടർച്ചയായിട്ടാണ് എക്സാം ഉള്ളത്, പരീക്ഷ ഉള്ളത്. ഒരു ദിവസം പോലും പഠിക്കാൻ ഗ്യാപ്പ് ഇല്ല. എൻ്റെ മക്കൾ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ മാത്രം പഠിച്ചാൽ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മക്കൾ മനസ്സിലാക്കുക, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ സെറ്റ് ആണ്. സോ ഇതുപോലുള്ള ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചോ. പിന്നെ അറിയാത്ത ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്തോ, വീഡിയോ ഷെയർ ചെയ്തോ.